Hello everyone, this is Mijinsi from Gems Abroad. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന question reorder paragraphs in the reading module. Before that, if you have not subscribed our channel, kindly subscribe, and if you need PT online coaching, you can just contact us. Hello everyone, this is Mijinsi from Gems Abroad. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന question reorder paragraph from reading module. So reorder paragraph is the third question in your reading module and അത് important ആണ് and അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. So is there any rules or is there any shortcuts to do this reorder paragraph എന്നൊരു questions ഇടയിൽ കാണും. So I've come up with the answer. See, this reorder paragraph is important for 65 plus and 79 plus. അതിന്റെ താഴെ സ്കോർ ഉള്ളവർക്ക് ലൈക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, ബട്ട് അത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ബട്ട് ദെൻ 65 പ്ലസ് വേണം, എനിക്ക് 79 പ്ലസ് വേണമെങ്കിൽ ദിസ് റീഓർഡർ പാരഗ്രാഫ് ഷുഡ് ബി ഇൻ യുവർ ലിസ്റ്റ്. സോ വാട്ട് ഈസ് റീഓർഡർ പാരഗ്രാഫ്സ്? പലർക്കും ഇത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് റീഓർഡർ പാരഗ്രാഫ്സ് എന്ന് പറയുന്നത് സെന്റൻസസ് ലെഫ്റ്റ് സൈഡിൽ ജംബിൾ ചെയ്താണ് തന്നിരിക്കുന്നത്. നമ്മളിത് കറക്റ്റ് ഓർഡറിൽ നമ്മൾ അവിടെ പ്ലേസ് ചെയ്യണം. സോ യു വിൽ ബി ഹാവിംഗ് ലൈക്ക് ഒരു 5-6 സെന്റൻസസ് ഇവിടെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡ് ബോക്സിനകത്ത് കാണും. നമ്മൾ ഈ തന്നേക്കുന്ന സെന്റൻസസ് എല്ലാം ജംബിൾഡ് ആണ്. സോ നമ്മളിത് കറക്റ്റ് ഓർഡറിൽ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. Okay, the first sentence followed by the second sentence followed by the third sentence followed by the fourth. സോ ഇതിന്റെ മാർക്കിംഗ് നോക്കുവാണെങ്കിൽ പെയറിംഗ് ആണ്. സോ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ACDE ഇങ്ങനെയാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നേക്കുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ മെയിൽ ഇപ്പൊ റൈറ്റ് സൈഡിൽ എയും സിയും കറക്റ്റ് പെയറായി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാർക്ക് കിട്ടും. ഓക്കെ, ആൻഡ് സിയും ഡിയും കറക്റ്റ് പെയറാണെങ്കിൽ അടുത്ത ഒരു മാർക്ക് കിട്ടും. സോ പെയറിംഗിനാണ് മാർക്ക്. എയും സിയും പെയർ ചെയ്യുമ്പോൾ ഒരു മാർക്ക്, സിയും ഇയും ആണ് കറക്റ്റ് പെയറിംഗ്, അങ്ങനെ നിങ്ങൾ പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മാർക്സ്. ഓക്കെ, അത്രയും വലിയ ഹൈ വെയിറ്റേജ് മോഡ്യൂളല്ല, പറ്റിയ ഒരു മോഡറേറ്റ് ടാസ്ക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 79 പ്ലസ് എനിക്ക് വേണം, അങ്ങനെയാണെങ്കിൽ യു കോൺസെൻട്രേറ്റ് ദിസ് റീഓർഡർ പാരഗ്രാഫ്സ്. ഓക്കെ, റീഓർഡർ പാരഗ്രാഫ്സ് റീഡിംഗ് മോഡ്യൂളിലാണ് വരുന്നത്. ഇതിന്റെ സ്കോർ റീഡിങ്ങിന് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്തില്ല, വേറെ ഒരു മോഡ്യൂളിൽ കോൺട്രിബ്യൂട്ട് ചെയ്തില്ല. ഇറ്റ് ഇസ് എൻ ഇൻഡിപെൻഡന്റ് ടാസ്ക്. സോ ഐ വിൽ ഷെയർ മൈ സ്ക്രീൻ ടു ഷോ യു ഹൗ ഇസ് റീഓർഡർ പാരഗ്രാഫ്സ് ലുക്സ് ആൻഡ് ഹൗ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞുതരാം. ആസ് യു കെൻ സി ഓൺ ദി സ്ക്രീൻ, കണ്ടോ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ 1, 2, 3, 4, 5 സെന്റൻസസ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഈ 5 സെന്റൻസിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൽ ഏതായിരിക്കും നമ്മുടെ ഫസ്റ്റ് സെന്റൻസ്, ഫോളോഡ് ബൈ ദാറ്റ് ഏത് സെന്റൻസ് ആണ്, ആ സെക്കൻഡ് സെന്റൻസ് ഫോളോ ചെയ്തത് അടുത്ത ഏത് സെന്റൻസ് ആണ്, അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ എന്താണ് ഇത് റൂൾസ്, എന്താണ് ഷോർട്ട് കട്ട്സ് എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ ദ ഫസ്റ്റ് തിങ് ഇസ്, നിങ്ങൾ ഇതിൽ ഫസ്റ്റ് സെന്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ദ ഫസ്റ്റ് സെന്റൻസ് ഷുഡ് ബി എ ഇൻഡിപെൻഡന്റ് സെന്റൻസ്. ഇൻഡിപെൻഡൻസ് തന്നിൽ നിൽക്കുന്ന ഒരു സെന്റൻസ് ആയിരിക്കണം. ഇറ്റ് വിൽ നോട്ട് ഡിപെൻഡ് ഓൺ എനി അതർ സെന്റൻസ്. ദ ഫസ്റ്റ് സെന്റൻസ് ഇസ് യുവർ ഇൻഡിപെൻഡന്റ് സെന്റൻസ്, അല്ലെങ്കിൽ നമ്മൾ പറയും ടോപ്പിക് സെന്റൻസ് എന്ന് പറയാം. ഓക്കെ, അതാണ് ഒരു ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് നിങ്ങൾക്ക് ഇപ്പം ഓരോ സെന്റൻസ് തന്നിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ആദ്യമേ എന്താ ചെയ്യുക, ഇതിൽ ഫസ്റ്റ് സെന്റൻസ് ഇത് നോക്കുക. ഇൻഫാക്ട് ദിസ് ഫൈനൽ ദിസ് വെച്ചിട്ട് നമ്മൾ ഒരു ഇപ്പം ഏതൊരു ടോപ്പിക് എഴുതാൻ പോയാലും നമ്മൾ ദിസ് ഫൈനൽ നമ്മൾ എഴുതുന്നില്ല. സ്റ്റാർട്ടിങ് സെന്റൻസ് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അപ്പം അത് വരില്ല. അടുത്തത് ഐ നോ യു വോണ്ട് ടു ഹിയർ ദിസ്, അത് ചിലപ്പം വരാം. ഐ, യു, വി, ഏത് വേണമെങ്കിലും ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് വരാം. ആൻഡ് ഇൻ മെനി റീസെർച്ച് പ്രോജക്ട്സ്, sure, adum veriല്ല. And in many research projects you will need to write, we don't start sentence with and which start ചെയ്യില്ല. So that now we have completed the research project, what it is a question statement that also comes as a first sentence. Developing a good, effective and concise report is an art form in itself, that also comes. അപ്പൊ നമുക്ക് 3 സെന്റൻസസ് ആണ് ഫസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ 3 സെന്റൻസിൽ നോക്കുകയാണെങ്കിൽ ഒരു സെന്റൻസ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിലാണ്. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കുക, ഒരു നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ എഴുതുള്ളൂ. ഒരു കോൺവെർസേഷൻ തുടങ്ങണമെങ്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മുന്നോട്ട് വന്നാൽ തന്നെ അതിന് ആൻസർ പറയും. നമ്മൾ ആൻസർ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എഴുതില്ല. സോ ക്വസ്റ്റ്യൻ കംസ് ഫസ്റ്റ്, then comes the answer. So question ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്യാൻ പോകുന്നത്.
So question എന്താണ്? So now that you have completed the research project, what do you do? ഇപ്പൊ ഒരു സംസാരം തുടങ്ങാൻ തന്നെ, ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ, ഒരു ചോദ്യം ഇങ്ങോട്ട് വന്നാൽ തന്നെ അപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് മറുപടി കൊടുക്കുന്നത്. അങ്ങനെയാണ്. ഇത് നിങ്ങൾക്ക് ഈ റിയോയുടെ പാരഗ്രാഫ്സിനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഒന്ന് മനസ്സിലോർത്താൽ മതി. ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ്, സോ പ്രോസസ് ഒക്കെ നമ്മൾ ചെയ്തില്ല. ഓരോ പ്രോസസ് ഡയഗ്രാമിൽ ആദ്യം ഇത് വന്നു, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, സെക്കൻഡ് സ്റ്റെപ്പ്, അതേപോലെയാണ് ഒരു ഫ്ലോ ചാർട്ട്. അത് ചിലപ്പം അതൊരു പാസ്റ്റിലായിരിക്കാം, പിന്നെ അത് പ്രസന്റിലായിരിക്കാം, പിന്നെ ഫ്യൂച്ചറിലാണ്. ഇങ്ങനെ ആയിരിക്കും ആ ഒരു മെത്തേഡ് വരുന്നത്. പാസ്റ്റിൽ തുടങ്ങി പ്രസന്റിൽ വന്ന് ഫ്യൂച്ചറിൽ തീരുന്ന പോലെ. സോ ഇറ്റ് കംസ് ലൈക്ക് ദാറ്റ്. സോ നിങ്ങൾക്ക് അങ്ങനെയും ഒരു പ്രോഗ്രസ്, ഒരു പ്രോസസ് ആയിട്ട് ചിന്തിക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് പ്രോസസ് ആയിട്ട് നമ്മൾ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ ഫോമാറ്റ് ആണ്. സോ നമ്മൾ ഈ സെന്റൻസ് ആണ് ഫസ്റ്റ്. സോ ദാറ്റ് യു ഹാവ് കംപ്ലീറ്റഡ് വാട്ട് ഡു യു, ദാറ്റ് ഈസ് എൻ ഇൻഡിപെൻഡന്റ് സെന്റൻസ് ദാറ്റ് സ്റ്റാൻഡ്സ് അലോൺ. സ്റ്റാൻഡിങ് alone is an independent sentence. അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. So which stands alone, ഒന്നിനെ ഡിപെൻഡ് ചെയ്യാതെ സ്റ്റാൻഡിങ് alone. So what do you do? And again I'll give you the next clue. നമുക്ക് ഒരു സെന്റൻസിൽ ഓബ്ജക്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് അറിയാമല്ലോ. ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് കാണും, വേർബ് കാണും, ഓബ്ജക്റ്റ് കാണും, അല്ലെ? സബ്ജക്ട്, വേർബ്, ഓബ്ജക്റ്റ്. ഇപ്പം ഓബ്ജക്റ്റ് ലാസ്റ്റിലാണ് വരുന്നത്, അല്ലെ? സബ്ജക്റ്റ് ആദ്യം വരും, ഓബ്ജക്റ്റ് ലാസ്റ്റ് വരും. ഈ ഓബ്ജക്റ്റ് ആയിരിക്കും അടുത്ത സെന്റൻസിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് മുന്നിലത്തെ സെന്റൻസിന്റെ ഓബ്ജക്റ്റ് ആയിരിക്കും അടുത്ത സ്റ്റാർട്ടിംഗ് സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. സോ വാട്ട് ഡു യു ഡു? യു ഡു, യു ലൈക് ക്വസ്റ്റൻ ആണ്, യു എന്ന് പറഞ്ഞാണ്. സോ നമ്മൾ അത് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് നോക്കാൻ. ഇൻഫാക്ട് ദിസ് ഇല്ല യുവർ റീസെർച്ച്. I know you won't want to hear this. I know you won't want to hear this. See? Followed by that sentence. So നമ്മൾ നോക്കേണ്ടത് ആ സെന്റൻസിന് ആപ്റ്റ് ആയിട്ട് പോകുന്ന അടുത്ത സെന്റൻസ് ഏതാണ് നോക്കണം. സോ നമ്മളിപ്പോ അടുത്ത സെന്റൻസ് ഐ നോ, ഈ ഓബ്ജക്റ്റ് ആയിട്ടുള്ള വരുന്ന യു നമ്മൾ അടുത്ത സെന്റൻസിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ക്ലൂ ആണ്, ഇത് വെച്ചിട്ടും നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാം. നെക്സ്റ്റ്, I know you won't want to hear this, but your work is still far from done. Still far from done. So you need the third sentence. അടുത്ത സെന്റൻസ് ആണ്. ബാക്കിയുള്ളത് മൂന്നെണ്ണമാണ്. In fact, this final stage writing of research and in many research projects, developing a good effective is an art form itself. So I know you won't want to hear this, but your work is still far from done. Your work, your research. So നമ്മൾ നോക്കുന്നത് ഇതിനു വേണ്ടി ഹിയർ ദിസ് എന്ന് കൊടുത്തിട്ടാണ്. See, want to hear this, but your work is still far from done. So this വെച്ചിട്ട് നോക്കുവാണെങ്കിൽ it will get. In fact, this final stage writing of your research, നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാം. മുന്നിൽ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് അടുത്ത സെന്റൻസ് കണക്ട് ചെയ്യുമ്പോൾ it goes with that, match ആയി പോകുന്നുണ്ട്. So മുന്നിൽ you want this. So this final stage writing up. So maybe one of the most difficult, അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. And in many research projects you will need to write multiple reports. എഴുതണം എന്ന് പറയണം. ഇനി വരാൻ പോകുന്ന, അതായത് ഇനി വരാൻ പോകുന്ന റീസെർച്ച് പ്രോജക്ട്സിൽ എഴുതാൻ പോകണം. പക്ഷെ ഇത് നമ്മൾ നോക്കുന്നത് ഇത് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നുണ്ട്. സോ ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. ഇഫ് ഇറ്റ്സ് ലൈക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഫൈനൽ സ്റ്റേജ് റൈറ്റിംഗ് ഓഫ് യുവർ റീസെർച്ച് is one of the difficult. Research നമ്മൾ എന്തിനെ കുറിച്ചായിരിക്കും? എന്തെങ്കിലും ഒരു വർക്കിനെ കുറിച്ചായിരിക്കാം, എന്തെങ്കിലും ഒരു പ്രോജക്റ്റിനെ കുറിച്ചായിരിക്കാം, എന്തെങ്കിലും ഒരു റിപ്പോർട്ടിനെ കുറിച്ച്. സോ അങ്ങനെയാണെങ്കിൽ what you have to do, you have to develop a good, effective and concise report as an art form in itself. So you have to develop that. ഇനി വരാൻ പോകുന്ന റീസെർച്ച് പ്രോജക്ട്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? You will need to write multiple reports that present the results at different levels of detail for different audiences. ഇനി വരാൻ പോകുന്ന you will എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് ലൈക്ക് ഫ്യൂച്ചർ will. You will need to write. So നമ്മൾ നോക്കിക്കേ, ആദ്യം പാസ്റ്റിൽ തുടങ്ങി, പിന്നെ നമ്മൾ പ്രസന്റിൽ വന്നു, പിന്നെ ഫ്യൂച്ചറിൽ. So it goes like that. So you are completed. What do you do? See, this is getting connected with you and what you got this. So what this final stage writing up.
And what you have to do, so one of the most difficult and this final stage writing up. So what you have to do, you have to develop a good, effective and concise report. And so, കൂടാതെ you have research projects, you will need to write ഇനി multiple. നമ്മൾ ആദ്യം ഒരു വർക്കിനെയും ഒരു റീസെർച്ചിനെയും കുറിച്ച് പറഞ്ഞു തുടങ്ങിയ നമ്മള് ഈ ലാസ്റ്റിൽ വന്നേക്കുന്ന ഏതാണ് മൾട്ടിപ്പിൾ റിപ്പോർട്ട്സിനെ കുറിച്ചാണ്. സോ we'll check this answer. See, all the pairs are right. അപ്പൊ ഇതിന്റെ കൂടെ പോണ്ട പെയർ ഇതാണ്. സോ അതുകൊണ്ട് നമുക്ക് ഒരു മാർക്ക് കിട്ടി. This pair goes with this. അത് 2 മാർക്ക് കിട്ടി. ഇതും ഇതും കറക്റ്റ് പെയർ ആയതുകൊണ്ട് 3 മാർക്ക്. ഇതും പോയതുകൊണ്ട് 4 മാർക്ക്. സോ പെയറിംഗ് ആണ് കറക്റ്റ്. ആ ഒരു സെന്റൻസിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഓർത്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ ഇതാണ് ആൻസർ, അടുത്ത സെന്റൻസിൽ മാറ്റി പോകുന്ന അടുത്ത സെന്റൻസ്. സോ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ആൻഡ് നമുക്ക് ടൈമിംഗ് നോക്കുവാണെങ്കിൽ അറിയാമല്ലോ, റീഡിങ്ങിൽ നിങ്ങൾക്ക് ടോട്ടൽ ടൈം ആണ് തരുന്നത്. 29 to 30 minutes ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ തരുന്നത്. ഈ 30 minutes നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അല്ല, റീഡിങ്ങിൽ നിങ്ങൾക്ക് അറിയാം 5 ക്വസ്റ്റ്യൻ ഉണ്ട്, 5 ക്വസ്റ്റ്യൻസ് അത്. ആ 5 ക്വസ്റ്റ്യനിൽ നമ്മള് റീഡിങ് റൈറ്റിംഗ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ, റീഓർഡർ പാരഗ്രാഫ്സ്, റീഡിങ് ഫിൽ ദ ബ്ലാങ്ക്സ്, മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ ആൻസർ. ഈ 5 ക്വസ്റ്റ്യൻ കൂടി ചേർത്തിട്ടാണ് അരമണിക്കൂർ തരുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നിനും ഓരോ സമയം നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ വെക്കണം. സോ റീഓർഡർ പാരഗ്രാഫ്സ് നമ്മൾ വെക്കേണ്ട സമയം നോക്കുവാണെങ്കിൽ 1.5 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കരുത്. കൂടി പോവാണെങ്കിൽ 1 hour 50 minutes, 1 minute 50 seconds എടുക്കാം, പക്ഷെ അതിൽ കൂടുതൽ എടുക്കല്ല. ബിക്കോസ് നിങ്ങൾക്ക് അടുത്ത് വരുന്നത് റീഡിംഗ് ഫ്രം ദ ബ്ലാങ്ക്സ് ആണ്, അത് ഏറ്റവും ഹൈ വെയിറ്റേജ് മോഡുകളാണ്. സോ അതുകൊണ്ട് റീഓർഡർ പാരഗ്രാഫ്സ് 1.5 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾ അത് ഫിനിഷ് ചെയ്യാൻ നോക്കുക, അതിൽ കൂടുതൽ എടുക്കണ്ട. ബിക്കോസ് നിങ്ങൾക്ക് എക്സാമിന് എത്ര ക്വസ്റ്റ്യൻ ചോദിക്കും, they will ask you 2 or 3 questions. റീഓർഡർ പാരഗ്രാഫ്സ് 2 അല്ലെങ്കിൽ 3, അതിൽ കൂടുതലൊന്നും വരില്ല. 2 ആയിരിക്കും, ചിലപ്പോൾ 3 ആയിരിക്കും. അപ്പൊ ഒരു ക്വസ്റ്റ്യന് 1.5 മിനിറ്റ് എടുത്ത് നിങ്ങൾ അപ്പം തന്നെ നമ്മൾ ആദ്യം ഈ സ്ട്രാറ്റജി മനസ്സിലാക്കുക, ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഇത് സോൾവ് ചെയ്യുന്ന രീതി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ എക്സാമിൽ നിങ്ങൾ പിന്നെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് 1.5 മിനിറ്റ് കൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ നോക്കുക, അതിൽ കൂടുതൽ എടുക്കരുത്. അങ്ങനെ വീട്ടിൽ തന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുവാണെങ്കിൽ എക്സാമിൽ നമുക്കതൊരു കറക്റ്റ്, കാരണം ഓൾറെഡി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് 1.5 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ. അപ്പൊ അതന്നെ നമുക്ക് എക്സാമിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ we'll do the second question. Fine. 4 സിമ്പിൾ സെന്റൻസ് ആണുള്ളത്. ആദ്യത്തെ സെന്റൻസ് ഒക്കെ വായിക്കുക. അതേഴ്സ് ഓഫർ ബെനിഫിറ്റ്സ്, അതേഴ്സ് ഓഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരിക്കലും നമ്മൾ അതൊരു സ്റ്റാർട്ടിംഗ് സെന്റൻസ് ആയിട്ടോ ടോപ്പിക് സെന്റൻസ് ആയിട്ടോ ഇടില്ല. അടുത്തത് ആർ ജീൻസ്, ഇറ്റ് ക്യാൻ ബി എ സ്റ്റാർട്ടിംഗ് സെന്റൻസ്. സെർവ് ആസ് ആൻഡ് ഒരു കാര്യം കൂടി പറയാം. ഈ ആൻഡ് എ ദ ഇതിന് നമ്മൾ എന്താ പറയുന്നത്, ആർട്ടിക്കിൾസ് എന്ന് പറയും. ഓക്കെ, നമ്മൾ ഈ ഒരു 3 വിളിക്കുന്ന പേരാണ് ആർട്ടിക്കിൾസ് ഗ്രാമറിൽ. ഈ ആർട്ടിക്കിൾസിൽ എ ആൻഡ് ദ, അങ്ങനെ ഈ 3 എയോ ആനോ ദ വെച്ചൊരു സ്റ്റാർട്ടിംഗ് സെന്റൻസ് കാണുവാണെങ്കിൽ ഈ എയും ആനോ ആയിരിക്കും ആദ്യം വരേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് ദ വരുന്നത്. ഓക്കെ, ദിസ് ഓൾസോ ഷോർട്ട് കട്ട് ആണ്, ഇതൊരു സിമ്പിൾ റൂൾ ആണ്. എ ആൻഡ് ദ വെച്ചൊരു സെന്റൻസ് എങ്കിലും കാണുവാണെങ്കിൽ എ അല്ലെങ്കിൽ ആൻ വെച്ചിട്ടായിരിക്കും ആദ്യത്തെ സെന്റൻസ് വരുന്നത്, പിന്നാണ് ദ വെച്ച് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ജീൻസ് ടെൽസ് വാട്ട് ടു ഡു ആൻഡ് വെൻ. അത് ഓൾസോ എടുക്കാം. സയന്റിസ്റ്റ് നൗ നോ ദാറ്റ് സം ഓഫ് ദോസ്, ഈ പ്രോനൗൺ അഗൈൻ വൺ മോർ റൂൾ. സി നൗൺ ആണ് ആദ്യം വരുന്നത്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ടോപ്പിക് സെന്റൻസ് ആയിരിക്കാം. ഇറ്റ് ക്യാൻ ബി നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എ പ്ലേസ്, നെയിം ഓഫ് എൻ ഓബ്ജക്ട്. ഏതൊരു സബ്ജക്റ്റിന്റെ പേര് വന്നാലും അത് നൗൺ ആണ്. ഫോർ എക്സാമ്പിൾ ടെക്നോളജി, ജീൻസ്, സയൻസ്. സോ അതാണ് നമ്മൾ നൗൺ. ഈ പ്രോനൗൺ എന്താണ്, പ്രോനൗൺ ടു ഡിനോട്ട് എ നൗൺ അഗെയിൻ ആൻഡ് അഗെയിൻ, അതിനെയാണ് നമ്മൾ പ്രോനൗൺ പറയുന്നത്. ഏതൊക്കെയാണ് പ്രോനൗൺ? ഹി, ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ്, ദോസ്, ദേ, ഇതാണ് പ്രോനൗൺ. ഒരിക്കലും പ്രോനൗൺ ആദ്യത്തെ സെന്റൻസ് ആയിട്ട് വരില്ല. നൗൺ ആണ് ആദ്യം വരുന്നത്, അത് കഴിഞ്ഞ് പ്രോനൗൺ. ഇനി അടുത്ത ഒരു റൂൾ കൂടി പറഞ്ഞുതരാം. ഇപ്പം ഒരാളുടെ ഫുൾ പേരുണ്ട്. ഫോർ എക്സാമ്പിൾ തോമസ് എഡിസൺ എന്നുണ്ട്.
ഓക്കെ, നമുക്ക് ഈ ഇതിനകത്ത് തന്നെ എഡിസൺ എന്ന് കാണാം. അപ്പൊ ഒരിക്കലും എഡിസൺ ഉള്ള ഒരു സെന്റൻസ് ആദ്യം കൊണ്ടുപോയി വിടരുത്. ആദ്യം ഫുൾ നെയിം വരും. തോംസൺ എഡിസൺ വന്നിട്ടേ അവരുടെ ഷോർട്ട് നെയിം അടുത്ത സെന്റൻസ് ആയിട്ട് വരും. ദാറ്റ് ഇസ് ഓൾസോ ഷോർട്ട് കട്ട്സ്. ഓക്കെ, അതൊരു റൂളാണ്. അതായത് ആദ്യം നൗൺ വരും, അത് കഴിഞ്ഞിട്ട് പ്രോണൗൺ വരും. അങ്ങനെ ആയിരിക്കും നമുക്ക് പെയറിംഗ് വരുന്നത്. പിന്നെ വേറെ രീതിയിൽ പെയറിംഗ് വരുന്നത് ഫുൾ നെയിം ആദ്യം വരും, അത് കഴിഞ്ഞിട്ടാണ് ഷോർട്ട് നെയിം. അതായത് ഒരാളുടെ ഫുൾ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ആദ്യത്തെ സെന്റൻസ്. അവരുടെ ഷോർട്ട് നെയിം പകുതി പേരായിരിക്കും അടുത്ത സെന്റൻസ് ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ കൂടെ പെയറിംഗ് ആയിട്ട് വരുന്നത്. ഒരിക്കലും ഒരു ഹാഫ് നെയിം എടുത്ത് നമ്മൾ ആദ്യം എടുത്ത് ചൂസ് ചെയ്യരുത്. ഓക്കെ, ആൻഡ് ക്രോണോളജിക്കൽ ഡേറ്റ്, ഇയർ, മന്ത്. ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 1951 ഉണ്ട്, 1957 ഉണ്ടെങ്കിൽ നമ്മൾ 1957 എടുത്ത് ആദ്യം ഇടില്ല. കാരണം 1951 കഴിഞ്ഞിട്ടാണ് 1957 വരുന്നത്. സോ ക്രോണോളജിക്കൽ ഡേറ്റ് ആൻഡ് ഈവൻസ് എന്ന് പറയും. ഓരോ നമുക്കറിയാമല്ലോ നമ്പേഴ്സ്. 51 കഴിഞ്ഞിട്ടാണ് 57 വരുന്നത്. സോ 51 ആദ്യം വരും, അത് കഴിഞ്ഞിട്ട് 57. സോ ഇങ്ങനെ നമുക്ക് സെന്റൻസസ് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സയന്റിസ്റ്റ് നമുക്ക് സം ഓഫ് ദോസ് ഏത് മ്യൂട്ടേഷൻസ് ദോസ് വെച്ച് നമ്മൾ ഒരിക്കലും വി ഡോണ്ട് റൈറ്റ്. ദോസ് വെച്ച് നമ്മൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യില്ല. സോ ദാറ്റ് ഓൾസോ. സോ രണ്ടേ രണ്ട് കാര്യങ്ങളോട് ഇവിടെ വരാൻ സാധ്യത. ആ ജീൻ സെർവേഴ്സ് ആൻഡ് ജീൻസ് ടെൽസ് വാട്ട്. നമ്മൾ ഒരിക്കലും നമ്മൾ എപ്പോഴും ഒരു സബ്ജക്റ്റ് ആണ് ആദ്യം എടുക്കുന്നത്, എന്നിട്ടാണ് ഈ സബ്ജക്ട്. ഫോർ എക്സാമ്പിൾ ഒരു ടോപ്പിക്കിനെ ആദ്യം ഇതാണ് ടോപ്പിക്, ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വേർഷൻ നമ്മൾ അടുത്ത സെന്റൻസ് ചൂസ് ചെയ്തോ. അപ്പൊ ആദ്യം ജീൻസ് എന്താണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതിന്റെ ഒരു ഡെഫിനേഷൻ ഒന്ന് ഓർക്കാം. So our genes serve as an operating manual for cells of the body. Okay, that comes first. കാരണം genes tell what to do വരില്ല, അവിടെ തന്നെ ഉണ്ട് in those operating, but copying errors in those operating. So operating manual എന്താന്ന് വന്നിട്ട് അടുത്തത് operating manual അല്ലെങ്കിൽ ജീൻസ് എന്താന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അടുത്ത. സോ അത് കഴിഞ്ഞിട്ട് this can come gene cells because operating manual for cells of this body. So, see, either one age kind those operate known as mutations can lead to misspell instructions that can change how cells operate. So, ഇതിന്റെ കൂടെ വന്ന പേരിങ് ഇതാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത മൂന്നാമത്തെ സെന്റൻസ് അല്ലെങ്കിൽ സെക്കൻഡ് കൂടെ പോകേണ്ട ഈ സെന്റൻസ് ആണ്. Others offer benefits അല്ലെങ്കിൽ scientists now know that some of those mutations, ഇവിടെ mutations ഉണ്ട്, and the mutations that underlies സിക്കിൾ സെൽ ഡിസീസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്നത് ദോസ് മ്യൂട്ടേഷൻസ് ക്യാൻ ലീഡ് ടു ഡിസീസ് ആണ്. അപ്പൊ നമ്മള് ഇതൊരു ഡിസീസിലോട്ട് ലീഡ് ചെയ്യും, പിന്നാണ് എന്ത് ഡിസീസ് ആണെന്ന് നമ്മൾ ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്നത് നോൺ ആസ് മ്യൂട്ടേഷൻസ് ക്യാൻ ലീഡ് ടു, ഇവിടെ ദോസ് ഓപ്പറേറ്റിംഗ് മാനുവൽസ് നോൺ ആസ് മ്യൂട്ടേഷൻസ് ക്യാൻ ലീഡ് ടു misspelled instructions that can change how cells operate. അപ്പൊ നമ്മൾ അടുത്ത സെന്റൻസ് ഇതായിട്ടാണ് ചൂസ് ചെയ്യുന്നത്. സയന്റിസ്റ്റ് now know that some of those mutations can lead to disease. എന്ത് ഡിസീസ് ആണ്? Others offer benefits, some can do both, and the mutation that underlies sickle cell disease is one that can be good and very bad. Other may lead to disease എന്ന് പറഞ്ഞു, and that underlies sickle cell disease. ആദ്യം ജീൻസ് എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പിന്നെ ജീൻസിന്റെ യൂസ് എന്താ, ജീൻസ് എന്താണെന്നുള്ളൊരു കൊടുത്തു, പിന്നെ മ്യൂട്ടേഷൻസ് ഇങ്ങനൊരു ഡിസീസിലോട്ട് ലീഡ് ചെയ്യും, ആൻഡ് ദെൻ അതിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത്. ഫൈൻ, സോ വിൽ ഡു വൺ മോർ ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം തന്നെ ഇതിൽ ആദ്യത്തെ സെന്റൻസ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ സെന്റൻസിന്റെ ആദ്യം ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, വായിച്ചു നോക്കിയിട്ട് സെന്റൻസസ് ഒന്ന് വായിക്കുക, ജസ്റ്റ് സ്കിം ചെയ്യാം, പതുക്കെ ഇരുന്നല്ല, ജസ്റ്റ് സ്കിം ചെയ്ത് വായിക്കുക. ഇതിൽ ഏതായിരിക്കും ഫസ്റ്റ് സെന്റൻസ്? ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആയിരിക്കണം, ടോപ്പിക് സെന്റൻസ് ആയിരിക്കണം, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ അതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചോ അത് എന്താണെന്നോ ഉള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ. ഓക്കെ, ദേ ക്രിയേറ്റ് വെച്ച സെന്റൻസ് വരുമോ? ഒരിക്കലും വരില്ല. On Milton and on the other hand are on the other eyes are playwrights. ഇവിടെ ഒരു playwrights ആണ് കൊടുത്തിട്ടുണ്ട്. ഫൈൻ, അത് കാണുമ്പോൾ തന്നെ ഒരു വ്യക്തിയുടെ പേരോ അപ്പൊ അത് നോൺ ഓർത്ത് ചിലപ്പോൾ അത് വന്നിരിക്കാം. Others ഒരിക്കലും നമ്മൾ എഴുതില്ല. Playwrights come to their craft. Playwrights is a topic.
however വെച്ച് വരും. അപ്പൊ രണ്ട് സെന്റൻസസ് ആണ് നമുക്ക് ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഒന്നെങ്കിൽ ഇത് വരാം അല്ലെങ്കിൽ ഇത് വരാം. അപ്പൊ ഇവിടെ ആർ പ്ലേ റൈറ്റ്സ് എന്നാണ്. ഇവർ രണ്ടുപേരും പ്ലേ റൈറ്റ്സ് ആണ്. അപ്പൊ ആദ്യം പ്ലേ റൈറ്റ്സ് എന്താന്ന് നമ്മൾ അറിയണ്ടേ. അപ്പം ആദ്യം വരുന്നത് ഇത് തന്നെയാണ്. Playwrights come to their craft with different, and it is an independent sentence. See, it doesn't depend on any other sentence. It is a standalone sentence. Standing alone sentence ആണ്. തന്നെ എടുത്ത് മാറി നിൽക്കുന്നത്. ആദ്യം ഇവര് പ്ലേ റൈറ്റ്സ് ആണെന്ന് പറഞ്ഞു. പ്ലേ റൈറ്റ്സ് എന്താണെന്ന് അറിയണ്ടേ. നമ്മൾ ഒരിക്കലും ഇവര് പ്ലേ റൈറ്റ്സ് ആണ് നമ്മൾ തുടക്കത്തിൽ എഴുതുമ്പോൾ അപ്പം വായിക്കുന്നവരൊക്കെ പ്ലേ റൈറ്റ്സോ അത് ആരാം. സോ അതാണ് ആദ്യം പേര്. സെക്കൻഡ് ഫോളോ ബൈ വിത്ത് ഡിഫറെന്റ് ഏജിങ് എമിറ്റീസ്. നൗൺ വന്നു. ഇനി അടുത്തത് എന്താ പറയണം? പ്രോനൗൺ. അപ്പൊ ഇവിടെ കണ്ടു ദേ. ആരാണ് ദേ? പ്ലേ റൈറ്റ്സ്. ഇപ്പൊ പീപ്പിൾ വന്നാലും നമ്മൾ പ്രോണൗൺ ആയിട്ട് എന്തോ എഴുതും? ദേ എഴുതും. ഇപ്പൊ ഒരു ആളുടെ പേരാണെങ്കിൽ നമ്മൾ ഹീ എഴുതും. ഒരു ഗേളുടെ നെയിം ആണെങ്കിൽ ഷീ എഴുതും. ഓക്കെ, സോ പ്ലേ റൈറ്റ്സ് അതിനെയാണ് നമ്മൾ ദേ. They create recognizable words with troubling relevance to human behavior and social needs. ഇനി അടുത്തത് മൂന്നാമത്തെയാണ്. ഇവരെന്താന്നും ഇവരെ കുറിച്ച് these writers എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ റൈറ്റർ അല്ലെ, പ്ലേ റൈറ്റ്സ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇത് നമ്മൾ ഇത് ഇട്ടിട്ട് ഇത് എഴുതാൻ പറ്റില്ല. മുന്നിൽ പറഞ്ഞ ദീസ് റൈറ്റേഴ്സ് കഴിഞ്ഞു മുന്നിൽ ആ റൈറ്റേഴ്സ് വന്നിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. സോ അപ്പൊ നമുക്ക് വേണ്ടത് ഇതാണ്. Others dismiss in political illusion of the real to engage us in political arguments or absurdist metaphors. Again, see, അവിടെ എന്താ ഉള്ള? ഫുൾ സ്റ്റോപ്പ് അല്ല, അവിടെ എന്താ ഉള്ള? ഹൈഫൻ ആണ് വരുന്നത്. ഒരിക്കലും ഹൈഫൻ ഇട്ട് കോളൻ വരുന്ന സെന്റൻസ് ഒരിക്കലും നമ്മൾ അവസാനത്തെ സെന്റൻസ്, കാരണം കോളൻ ഇട്ട് നമ്മൾ ഏതെങ്കിലും സെന്റൻസ് ഫിനിഷ് ചെയ്യോ, അപ്പൊ അത് ഒരിക്കലും ആ സെന്റൻസസ് ലാസ്റ്റിൽ വരില്ല. അപ്പൊ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഇറ്റ് ക്യാൻ കം ഇൻ ദ മിഡിൽ. അപ്പം പ്ലേ റൈറ്റ്സ് എന്താന്ന് പറഞ്ഞു, അവരെന്താ ചെയ്യുന്നെന്ന് പറഞ്ഞു. സോ ബാക്കിയുള്ളത് others, what they do. Others dismiss the illusion of the real to engage us in political arguments or ഇവര് പ്ലേ റൈറ്റ്സ് എന്താന്ന് നമ്മൾ മെൻഷൻ ചെയ്തു, അതേഴ്സ് എന്താണ്. നെക്സ്റ്റ് വരേണ്ടത് അതേഴ്സ്. സോ ആരാണ്? ഇനി വേറെ. അപ്പൊ രണ്ട് തരന്നു വേറെ ആൾക്കാരല്ലേ. ഇപ്പൊ അടുത്ത് വരുന്നത് ഇതാണ്. Thornton Wilder and Tennessee Williams on the one hand and Bertolt Brecht and Samuel Beckett on the other. Other are playwrights with very different approaches to empathy and aesthetic distance. Next, whether these writers, the writers have in common their means of artistic expression in the play. See, the connect ചെയ്തോക്കിക്കെ ആദ്യം പ്ലേറൈറ്റ്സ് എന്താന്ന് പറഞ്ഞു, പ്രോനൗൺ വന്നു, ബാക്കിയുള്ള അവരെ കുറിച്ച് അതേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അതേഴ്സ് വാട്ട് ആരാന്നും ഈ പറഞ്ഞു. ഒരു ഫ്ലോ ചാർട്ട് പോലെ തോന്നുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, സോ വിൽ ചെക്ക് ദി ആൻസേഴ്സ്. ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആ ടോപ്പിക് എന്താണെന്ന് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനുള്ള സപ്പോർട്ടിങ് ഡീറ്റെയിൽസ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ടൊരു ഫൈനൽ സ്റ്റെപ്പ്. നിങ്ങളൊരു എസ്സേ എഴുതുമ്പോൾ ഒരു പാരഗ്രാഫ് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കും അല്ലേ, ഒരു കോമൺ ആയിട്ടുള്ള, അതായത് ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. എന്നിട്ട് നമ്മൾ ആ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യും, എന്താണോ അതിന്റെ എന്താണ്. പിന്നെ നടുക്ക് ഒരു സപ്പോർട്ടിങ് പോയിന്റ് കൊടുക്കും, പിന്നെ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ്, ലൈക് വാട്ട് വി കോൾ കൺക്ലൂഷൻ. അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതുവാണെങ്കിൽ നമ്മൾ എന്താ എഴുതുന്നത്? ഇൻട്രൊഡക്ഷൻ എഴുതും, ബോഡി പാരഗ്രാഫ്സ് എഴുതും, പിന്നെ കൺക്ലൂഷൻ. അതേപോലെയാണ്, അത് ഇൻട്രൊഡക്ഷൻ എഴുതി, ബോഡി പാരഗ്രാഫ് സപ്പോർട്ടിങ് ഡീറ്റെയിൽസ് നടുക്ക് കൊടുത്തു, ലാസ്റ്റില് ഒരു കൺക്ലൂഷൻ. ഓക്കെ, നമ്മൾ ആദ്യം ഒരിക്കലും ദേ വെച്ചോ ബട്ട് വെച്ചോ ഹവർ വെച്ചോ നമ്മൾ ഒരിക്കലും ആദ്യത്തെ സെന്റൻസ് നമ്മൾ തുടങ്ങില്ല. ഒരു it will be an independent sentence and it can be a noun, it can be a topic sentence. Okay, I we ഇതൊക്കെ വെച്ച് വരും. പക്ഷെ ഒരിക്കലും ഹവർ ബട്ട് ആൻഡ് വെച്ച് വരും. സി ആൻഡും ബട്ടും ബട്ടൊക്കെ വരുന്നത് നടുക്കത്തെ ഭാഗത്തിലാണ് വരുന്നത്. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ, സി ദസ് സോ ഇറ്റ് ക്യാൻ കം ആസ് എൻ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ്. ഒരു റിസൾട്ടിന്റെ ഭാഗമായിട്ട്, കോൺസിക്വൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ലാസ്റ്റ്. ഓക്കെ, ബൈ. Okay, very simple one. Rather, the scientist declares the law.
നമ്മൾ rather വെച്ച് the scientist. Okay. Poincaré had an. Thus, a scientific theory. No. Laws. He said. Who said? അപ്പൊ ആരാ വേണ്ട നമുക്ക്? ആദ്യം ആ വ്യക്തിയെ വേണം. ആരാണ്? പോയിൻകെ had an especially interesting view of scientific induction. നൗണ് വന്നു അല്ലെങ്കിൽ സബ്ജക്ട് നമ്മൾ കൊണ്ടുവന്നു. സബ്ജക്ട് കഴിഞ്ഞ് ആരാ വേണ്ടത്? ഒരു നൗൺ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പ്രോനൗൺ അല്ലേ വേണ്ടേ? അപ്പൊ നമുക്ക് അവിടുത്തെ ഹീന്ന് കിടപ്പുണ്ട്. വാട്ട് ഹീ സെഡ്, ലോസ് ഹീ സെഡ്, ഹൂ സെഡ്, മേളിൽ പറഞ്ഞിരിക്കുന്ന ആ വ്യക്തി പോയിൻകെ laws എന്ന് പറഞ്ഞു are not direct generalizations of experience. They aren't mere summaries of the point on the graph. Okay, next. പിന്നെ എന്താണ്? Thus scientific theory is not thus ഞാൻ പറഞ്ഞില്ലേ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ thus വരുള്ളൂ. Rather the scientist who declares the law. See, laws, law. ഇവിടെ അങ്ങനെ ലോനെ കുറിച്ച് സെന്റൻസ് ഒന്നുമില്ല. Law to be some integral curve that is more or less smooth and so will miss some of those points. Lastly വരുന്നത് ആകെ ഒരു ഈ സെന്റൻസ് ഉണ്ട്. Thus the scientific theory is not directly falsifiable by the direct data of experience. Instead, the falsification process is more indirect. Okay, ആകെ വരുന്നത് point here. Subject introduce ചെയ്തു, pronoun വന്നു, laws, he said. അതിനാ പറഞ്ഞ് നിങ്ങൾ ഓരോ സെന്റൻസും നമ്മൾ ആദ്യം ഒന്ന് നോക്കിയിട്ടേ അത് ചൂസ് ചെയ്യാം. എടുത്ത പാടത്ത് നമ്മൾ ലോസ് ഹീ സെഡ് വരില്ല. ആര് പറഞ്ഞു സെന്റൻസ് നമ്മൾ ഒരിക്കലും ഫസ്റ്റ് സെന്റൻസ് ഹീ സെഡ് ഹൂ സെഡ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരില്ലേ? അപ്പൊ പറഞ്ഞ ആള് അത് കഴിയുമ്പോൾ പറഞ്ഞു rather the scientist declares the law to be interpreted. Thus, a scientific theory is not falsifiable by the data of experience. So we'll do one more question. Fine. 4 sentences. Scientists have known for over a decade. Despite its huge size and importance, despite its huge size, we don't it വെച്ച് വരില്ലല്ലോ. That is a pronoun. അത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പൊ അതിനെ എലിമിനേറ്റ് ചെയ്യാം. A study led by a group of NASA that can come. അടുത്തത് its eastern neighbor, its വരില്ല. So രണ്ട് സെന്റൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് രണ്ട് സെന്റൻസ് നമ്മുടെ കയ്യിലുണ്ട്. Scientists have known for a decade. അടുത്തതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, a study led by a group of NASA scientists. കോമൺ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ്? കോമൺ ആയിട്ട് പറഞ്ഞ എന്തിനെ കുറിച്ചാണ്? ഇവിടെ സയന്റിസ്റ്റ് ഉണ്ട്, സയന്റിസ്റ്റ് ഉണ്ട്. നമ്മുടെ സബ്ജക്ട് എന്താണ്? സയന്റിസ്റ്റ് have known for over a decade that the West Antarctica has been losing mass and contributing to sea level rise. അത് കഴിഞ്ഞിട്ടാണ് a study led by a group of that was published suggested that this part, either part, that is a question, right? Either part was gaining so much. So this part of Antarctica. So അത് നമ്മൾ ഫസ്റ്റ് ഇട്ടാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ this part or either part. So ആദ്യം നമ്മൾ വരുന്നത് ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ടോപ്പിക് സ്റ്റേറ്റ്മെന്റ്, ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആണ്. Scientists have known for a decade that West Antarctica, clear ആയിട്ട് West Antarctica ice sheet has been losing mass and contributing to sea level rise. Sea level വെച്ചിട്ട് അടുത്തത് ജസ്റ്റ് നോക്കുവാണെങ്കിൽ തന്നെ സിമ്പിൾ, സയന്റിസ്റ്റ് വന്നു, അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സീ ലെവൽ റൈസ് വെച്ചിട്ട് അടുത്ത സെന്റൻസ് വരും. നോക്കുവാണെങ്കിൽ ടോപ്പിക് വന്നു, ഓക്കെ, ഒരു നൗൺ ഇൻട്രൊഡ്യൂസ് ചെയ്തു, സയന്റിസ്റ്റിനെ കുറിച്ചാണ്, ഒരു സയന്റിസ്റ്റിലെ പല സയന്റിസ്റ്റിനെ കുറിച്ച് നമ്മൾ ഹാവ് നോൺ, അവർക്കെല്ലാം അറിയാമെന്നാ പറയുന്നത്. ഫോർ ഡെക്കേഡ് ഇൻ ദ സെൻസ് 10 years, 10 വർഷം. അത് വെസ്റ്റ് അന്റാർട്ടിക്ക has been losing mass and contributing to sea level rise. So അത് കഴിയും വെസ്റ്റ് അന്റാർട്ടിക്ക. നൗൺ വന്നു, അടുപ്പിൽ എന്താ വരണ്ടേ? pronoun. Its eastern neighbor is, however, 10 times larger and has the potential to raise the global sea level by some 50 meters. To raise the global sea level. Okay, 10 times larger ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. വെസ്റ്റ് അന്റാർട്ടിക്ക പറഞ്ഞു, ഈസ്റ്റ് പറഞ്ഞു, is however 10 times larger. Larger, see, അത് കഴിയുമ്പോൾ ലാർജർ ആകുമ്പോൾ തന്നെ വലുപ്പമാണ്. സോ അതിന് എന്താണ് കൊടുത്തേക്കുന്നത്? Despite its huge size. ഏത് സൈസ് ആണ് ഇവിടെ മുന്നിൽ പറഞ്ഞേക്കുന്ന? ഈസ്റ്റ് നെയ്ബറിന്റെ 10 times larger ആണ്.
huge size ആണ്, has a potential to raise a global sea level rise. See, sea level rise object then comes again താഴെ തന്നെയാണ് connected വന്നിരിക്കുന്നത്. പിന്നെ huge size ഏത് size ആണ്, ഈ 10 times large ആണ് denote ചെയ്യുന്നത്. ലാസ്റ്റിൽ ഒരു ഇതേ ഉള്ളൂ. ഇത് റീഡ് ചെയ്ത് നോക്കിക്കേ. A study led by group of NASA that was published suggests this part, which part മേളിൽ ഏതാണ് പറഞ്ഞേക്കുന്നത്, ഈസ്റ്റ് അന്റാർട്ടിക്ക. Okay, was gaining so much that is compensated for the losses in the west. It started അവിടെ നിന്ന് വന്നു, പിന്നെ അടുത്തതിലോട്ട് വന്നു, അതിന്റെ അടുത്തതിലോട്ട് ഇറ്റ്സ് ബീൻ കണക്റ്റഡ്. എല്ലാ സെന്റേഴ്സും കണക്റ്റഡ് ആണ്. സയന്റിസ്റ്റിന് അറിയാം. പിന്നെ അതിന്റെ ഈസ്റ്റേൺ ലെവൽ കുറച്ചും കൂടി ലാർജ് ആണ്, പക്ഷെ എന്നാലും ഹ്യൂജ് സൈസ്. എന്നാലും റിസൾട്ട്സ് ഹാവ് ബീൻ പബ്ലിഷ്ഡ് ഓൺ റീസെന്റ്. സോ റിസൾട്ട്സ് വരണമെങ്കിൽ എന്താ നടത്തണം, പഠനം നടത്തണം. A study led by group of NASA scientists. Right. So think logically, choose a sentence wisely. First sentence independence. എടുത്ത ഉടനെ ചിലരിപ്പം ചിലരുടനെ ഇതല്ലേ എ എന്ന സ്റ്റഡി ഓഫ് എടുത്ത ഉടനെ ചൂസ് ചെയ്യും. അങ്ങനെ ചൂസ് ചെയ്യില്ല. അപ്പൊ നമ്മളത് റീഡ് ചെയ്യണം. സജസ്റ്റ് ദിസ് പാർട്ട്, വിച്ച് പാർട്ട്, സോ ദാറ്റ് വിൽ നോട്ട് കം. നമ്മൾ ഒരു എസ്സേ എഴുതുമ്പോഴും നമ്മൾ ഇതൊരു ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ട് നമ്മൾ എഴുതില്ല. അപ്പൊ നമ്മളിങ്ങനെ ഏത് പാട്ടിനെ വായിക്കുന്നവർക്ക് ഓർക്കണം ഏത് പാട്ടിനെ കുറിച്ചാണ് ആൾ എഴുതിയേക്കുന്നത് അല്ലെ. നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമല്ലോ. സോ ഒരിക്കലും അത് വരില്ല. സോ നമ്മൾ അത് നോക്കുവാണെങ്കിൽ ഒരു സ്റ്റാൻഡലോൺ സെന്റൻസ് ആണ്. ഇറ്റ്സ് ഓൾസോ ഗിവിംഗ് എ മീനിങ്. അത് കഴിഞ്ഞിട്ട് ഫോളോ സെന്റൻസ് നിങ്ങൾ നോക്കണം. അത് നിങ്ങൾക്ക് സെന്റൻസ് വേണമെങ്കിൽ മുന്നേ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ക്രൈറ്റീരിയ ആണ് ആദ്യ സെന്റൻസ് ചൂസ് ചെയ്യുക. അത് കറക്റ്റ് ആയിട്ട് വൈസ് ആയിട്ട് ചൂസ് ചെയ്യണം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കിട്ടും. ഫസ്റ്റ് സെന്റൻസ് വെച്ചിട്ട് തന്നെ അതിന്റെ ഒരു മീനിങ് നോക്കുവാണെങ്കിൽ സെക്കൻഡ് കിട്ടും. ഈ സെക്കൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് തേർഡ് കിട്ടും. അഗൈൻ ഐ എം ടെല്ലിങ് യു, സി ഇത് കുറച്ചും കൂടി സിമ്പിൾ ആണ്. കുറച്ച് റൂൾസും ഒന്നുമില്ല, ഇതുപോലെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒന്നുമില്ല, ഓരോ സെന്റൻസിലും സബ്ജക്ട്, വേർബ്, ഓബ്ജക്റ്റ് ആണ്. ആ ഒരു ഇതിനെ മനസ്സിലാക്കിയാൽ മതി. ആൻഡ് അതൊരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾ കണക്കാക്കുക. ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് ഈ സ്റ്റെപ്പ്, ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് പ്രോസസ്സ് വരില്ലേ. ആദ്യം ഇതിങ്ങനെയാണ്, അടുത്തത് ഇങ്ങനെയാണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല പാസ്റ്റിൽ തുടങ്ങാം, പ്രസന്റിൽ വരാം, ഫ്യൂച്ചറിൽ തീരാം. പിന്നെ ക്രോണോളജിക്കൽ ഡേറ്റ്, ഇയർ, മന്ത്, അതും നിങ്ങൾക്കൊരു റൂളാണ്. പിന്നെ ആർട്ടിക്കിൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും. വിത്ത് ആർട്ടിക്കിൾസ് ഓൾസോ യു ക്യാൻ വർക്ക് ഓൺ ദാറ്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് സെന്റൻസ് ചൂസ് ചെയ്യുക. ഫസ്റ്റ് സെന്റൻസ് ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആയിരിക്കണം. ഒരു ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആയിരിക്കണം. ഒരിക്കലും പ്രോണോൺ ഒരിക്കലും ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് വരില്ല. പ്രോണോൺ നോൺ കഴിഞ്ഞിട്ടേ പ്രോണോൺ വരും. ആൻഡ് ഫുൾ നെയിം ഫസ്റ്റ് വരും, ഹാഫ് നെയിം അടുത്ത് വരും. സോ യു ക്യാൻ കണക്ട് വിത്ത് ദാറ്റ്. ഇത് കഴിഞ്ഞ് ഇത്, അടുത്ത കഴിഞ്ഞ് ഇത്, കണക്ട് ചെയ്തെന്ന് പോവാം. So this is about this reorder paragraphs. So hope like you have understood this question. Very simple. Say നിങ്ങൾക്ക് 65 താഴെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ റൂൾ വെച്ച് അപ്ലൈ നോക്കുക. എക്സാമിൽ കൂടുതൽ സമയം നിങ്ങൾ എടുക്കണ്ട, കിട്ടുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക. ആൻഡ് ഇഫ് യു ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം, ഏതൊരു ഒരു പേര് ചൂസ് ചെയ്തിട്ട് then you can move on to the reading filters, which is a very important question. അതിനുള്ള സമയം കളയരുത് ഇതിനു വേണ്ടി. ഇത് അത്രയും ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. 1.5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സോൾവ് ചെയ്യുക. കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെയർ ചെയ്യുക. ബിക്കോസ് എങ്ങനെ പോയാലും 1-2 പെയറിംഗ് നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് കിട്ടും. അതിന് 79 ഒക്കെ വേണമെങ്കിൽ റിയോർഡർ പാരഗ്രാഫ്സ് മസ്റ്റ് ആയിട്ട് ശരിക്കും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. Okay, so hope this video was useful and informative. And still, if you're finding this question is difficult and we are providing our paid online coaching, you can just contact us. Classes on the we are providing classes for all these questions. Along the grammar classes, you can join our classes. So I'll be coming up with another yet interesting video on some of the questions. So stay tuned. See you in the next video.